ഹായ് മക്കളെ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ആയല്ലേ, നമുക്ക് മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് ചെയ്തു നോക്കിയാലോ? ചെയ്തു നോക്കാം അല്ലേ? അപ്പൊ 8ാം ക്ലാസ്സുകാരെ എല്ലാവരും വേഗം ബുക്കൊക്കെ എടുത്ത് വെച്ചോ, ടീച്ചറിന്റെ കൂടെ ചെയ്തു പോകണം കേട്ടോ. ചോദിക്കുന്ന ആൻസർ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യും വേണം. അപ്പോൾ റെഡി അല്ലേ നിങ്ങള്? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, write two pairs of equal angles in the triangles given below. അല്ലേ, താഴെ തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾസിനെ തന്നിട്ടുണ്ട്. അതില് എന്താണ് ഈക്വൽ ആംഗിളിന്റെ പെയേഴ്സിനെ എഴുതണം അല്ലെ. ഈക്വൽ തുല്യമായ കോണുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. സിമ്പിൾ അല്ലേ? വേഗം ചെയ്തോ. എങ്ങനെയാണ് നമ്മൾ ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്? ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ, XYZ പിന്നെയാണ് PQR. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഈക്വൽ ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ സൈഡ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ ട്രയാങ്കിൾസിന്റെ രണ്ടിന്റെയും രണ്ട് ട്രയാങ്കിൾസിന്റെയും സൈഡ്സ് ഈക്വൽ ആണല്ലേ. XY എന്ന് പറയുന്നത് എത്രയാണ്? XY 6 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ PR എന്താണ്? 6 സെന്റിമീറ്റർ ആണല്ലേ. ദെൻ YZ എന്ന് പറയുന്നതോ? YZ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ QP എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ് അല്ലേ. പിന്നെയോ XZ QR ആണ്. XZ QR ആണ്. പിന്നെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ്. അപ്പൊ ഈ ട്രയാങ്കിൾസിന്റെ 3 സൈഡ്സും ഈക്വൽ അല്ലേ. അപ്പൊ 3 സൈഡ്സ്, 3 വശങ്ങളും തുല്യമാണെങ്കിൽ ത്രികോണത്തിന്റെ 3 ആംഗിളുകളും എന്തായിരിക്കും? 3 ആംഗിളുകളും 3 കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. നമ്മൾ എങ്ങനെയാ തുല്യമായ കോണുകളെ കണ്ടുപിടിക്കണേ? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്താണ്? തുല്യമാണ്. നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ ഏതാ? ഒന്ന് കണ്ടുപിടിച്ചേ. XY അല്ലേ. XYയും PRും ഇവിടെ ഈക്വൽ ആണ്. XYയും PRും ഈക്വൽ ആണ്. ദെൻ ഈ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഏതൊക്കെ ആംഗിൾസ് ഉള്ളത്? XYക്ക് ഓപ്പോസിറ്റ് ഇവിടെ ഏത് ആംഗിൾ ഉള്ളത്? ആംഗിൾ Z അല്ലേ. ഇവിടെ PRന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഏതാണ്? ആംഗിൾ Q. പിന്നെ ഏതൊക്കെയാണ് ഈക്വൽ സൈഡ്സ്? XZ അല്ലേ. XZും QRും ഈക്വൽ ആണ്. XZന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ Y. ആംഗിൾ Y ആണ് XZന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ. ദെൻ QRന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? QRന് ഓപ്പോസിറ്റ് ആംഗിൾ P. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, YZനോട് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ YZ എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? വേഗം പറഞ്ഞേ, കമന്റ് ചെയ്യേ. ഏത് ആംഗിൾ ആയിരിക്കും? ആംഗിൾ X അല്ലേ. അങ്ങനെയാണെങ്കിൽ ട്രയാംഗിൾ PQRല് PQ എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ഏത് ആംഗിളാ? വേഗം പറഞ്ഞേ, ആംഗിൾ R. അപ്പൊ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാന്ന് പെയർ ചെയ്ത് എഴുതിയിട്ടുണ്ടല്ലോ. ഇത്ര എഴുതിയാൽ മതി, 2 മാർക്ക് അല്ലേ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്, 2 മാർക്കിന് ചോദിക്കും. അപ്പൊ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതെന്താണ്? ABCD is a parallelogram. DN and BM are perpendicular. Draw one to diagonal AC. അല്ലേ. ABCD എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാമിന് വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒരു ഡയഗണൽ ഉണ്ടല്ലേ. AC എന്ന് പറയുന്ന ഡയഗണൽ ഉണ്ട്. ആ ഡയഗണലിന് പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട് അല്ലേ. DNും MB അല്ലെങ്കിൽ BM എന്ന് പറയുന്നതും AC എന്ന് പറയുന്ന ഡയഗണലിന് പെർപെൻഡിക്കുലർ വരച്ചതാണ്. എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ ആംഗിൾസ് ഈക്വൽ ടു ആംഗിൾ BAC അല്ലേ. ആംഗിൾ BACക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിള് നമ്മൾ ഏതാണെന്ന് എഴുതണം. ഏതായിരിക്കും ഒന്ന് പറഞ്ഞേ. ആംഗിൾ BAC എന്ന് പറയുന്നത് ഏതാ? ആംഗിൾ BAC. ഈ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതായിരിക്കും മക്കളെ? വേഗം പറഞ്ഞേ, പറ. ആംഗിൾ DCA അല്ലേ. ആംഗിൾ DCA ആയിരിക്കും. ആംഗിൾ DCA ആണ് ആംഗിൾ BACക്ക് ഓപ്പോസിറ്റ് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ. ആംഗിൾ BACക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ DCA. എന്തുകൊണ്ടാണ്?
രണ്ടും ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ് അല്ലേ? ഓൾട്ടർനേറ്റീവ് ആംഗിൾസ്. ഓക്കെ അല്ലേ? ഒരു മാർക്ക് കിട്ടൂലേ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എന്താണ്? രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ ഇവിടെ. ഏതൊക്കെയാണ്? CNDയും AMBയും. ഈ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരിക്കും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ്? പറയാവോ? ആംഗിൾ CND ഈക്വൽ ടു ആംഗിൾ AMB. എന്തുകൊണ്ടാണ്? രണ്ടും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ? 90 ഡിഗ്രി ആണ്. അപ്പൊ ഒരു ആംഗിൾ നമുക്ക് കിട്ടി, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ്. പിന്നെയോ ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ A. ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ A. എങ്ങനെയാണ് ആംഗിൾ സിയും ആംഗിൾ എയും ഈക്വൽ ആയത്? ഒരേ ഡയഗണലിന്റെ ആംഗിൾസ് ആണ് അല്ലേ? സെയിം ഡയഗണലിലെ ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ സിയും. അതുകൊണ്ട് തന്നെ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇൻ ദ ഫിഗർ ഗിവൺ O is the center of the circle. If AB is 7 cm, what is the length of DC? Justify your answer. മക്കളെ തന്നിരിക്കുന്ന ഒന്ന് നോക്കിക്കേ ചിത്രം. O സെന്റർ ആണ് അല്ലേ? സർക്കിളിന്റെ സെന്റർ ആണ്. പിന്നെ അതിന്റെ ഉള്ളിൽ രണ്ട് ട്രയാങ്കിൾസും ഉണ്ട്. അത് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ എന്താ? AB 7 cm ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? ട്രയാങ്കിൾ OABയും ഉണ്ട്, ട്രയാങ്കിൾ OCDയും ഉണ്ട് അല്ലേ? OCDയും ഉണ്ട്, ട്രയാങ്കിൾ OABയും ഉണ്ട്. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. നോക്കിക്കേ, ഇവിടെ ഈ ട്രയാങ്കിൾസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും ഈക്വൽ ആണ് അല്ലേ? ഈക്വൽ അല്ലേ? അല്ലെങ്കിൽ OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും ഈക്വൽ അല്ലേ? എന്താണ്? റേഡിയസ് ഓഫ് ദ സർക്കിൾ, സർക്കിളിന്റെ റേഡിയസ് ആണ്. അതേപോലെ തന്നെ OCയും, മറ്റേ ട്രയാങ്കിൾ എടുക്കുക, ട്രയാങ്കിൾ OCD എടുത്തു നോക്ക്. OCയും അതേപോലെ തന്നെ ODയും ഈക്വൽ അല്ലേ? എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും രണ്ട് സൈഡ്സ് ഈക്വൽ ആയില്ലേ? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ കൂടിച്ചേരുന്ന ആംഗിളും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളോടും അവ കൂടിച്ചേരുന്ന ആംഗിളിനോടും തുല്യമാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശവും ബാക്കിയുള്ള ആംഗിളും എന്താണ്? തുല്യമായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ട്രയാങ്കിൾസിൽ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ COD അല്ലേ? CODയും ഈക്വൽ ആണ് അല്ലേ? രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് വശങ്ങളും അവ കൂടിച്ചേരുന്ന ആംഗിളും തുല്യമാണെങ്കിൽ അല്ലേ? തുല്യമാണ്. അതുകൊണ്ട് മൂന്നാമത്തെ വശവും ബാക്കിയുള്ള രണ്ട് ആംഗിൾസും തുല്യമല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വശം AB എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണെങ്കിൽ DCയും എത്ര തന്നെയാണ്? 7 സെന്റിമീറ്റർ ആണ് അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ ഇതില്. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ഇഫ് A ഈക്വൽ ടു 72 ഡിഗ്രി, അതായത് A എന്ന് പറയുന്നത് 72 ഡിഗ്രി ആണെങ്കിൽ CODയുടെ മെഷർ എത്രയായിരിക്കും? CODയുടെ മെഷർ എത്രയായിരിക്കും മക്കളെ? ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. നമുക്കറിയാം അല്ലെ? ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ OA എന്ന് പറയുന്നത് OA ഈക്വൽ ടു OB ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ A ഈക്വൽ ടു 72 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ Bയും എത്ര തന്നെയായിരിക്കും? 72 ഡിഗ്രി ആയിരിക്കും അല്ലെ? 72 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOB എത്രയായിരിക്കും മക്കളെ? ആംഗിൾ AOB 72 പ്ലസ് 72 മൈനസ് 180 അല്ലേ? രണ്ടും കൂടെ കൂട്ടിയിട്ട് 180നോട് മൈനസ് ചെയ്യണം. എത്ര കിട്ടും? 72 പ്ലസ് 72 മൈനസ് 180 എത്രയാണ്? 180 മൈനസ് 144. 180 മൈനസ് 144 എത്രയാണ്? 36 അല്ലേ? 36 ആണ്. 180 മൈനസ് 144 എത്രയാണ്? 36 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOB എന്ന് പറയുന്നത് 36 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ COD എത്രയായിരിക്കും? CODയും 36 ഡിഗ്രി ആണ്. ഓക്കെ ആണോ? 2 മാർക്ക് കിട്ടിയില്ലേ?
സിമ്പിൾ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ സി ഈസ് ദ ബൈസെക്ടർ ഓഫ് ബോത്ത് എ ആൻഡ് സി. അതായത് എ സി എന്ന് പറയുന്നത് എന്താണ്? എയുടെയും ആംഗിൾ എയുടെയും ആംഗിൾ സിയുടെയും ബൈസെക്ടർ ആണ്. എന്താണ് ബൈസെക്ടർ എന്നൊക്കെ അറിയാലോ, ബൈസെക്ടർ ആണ്. ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ ബി 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡി എത്രയായിരിക്കും? ആംഗിൾ ഡി എത്രയായിരിക്കും? 90 ഡിഗ്രി തന്നെ അല്ലേ? ആംഗിൾ ബി 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡി എത്രയാണ്? 90 ഡിഗ്രി. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ. എ ബി എന്ന് പറയുന്നത് എത്രയാ? എ ബി 4 സെന്റിമീറ്റർ. സി ഡി എത്രയാണ്? 3 സെന്റിമീറ്റർ. റൈറ്റ് ദ ലെങ്ത് ഓഫ് എ ഡി ആൻഡ് എ സി. എ ഡിയുടെയും എ സിയുടെയും, ഇത് ഡി ആണ് കേട്ടോ, എ ഡിയുടെയും എ സിയുടെയും ലെങ്ത് കണ്ടുപിടിക്കണം. മക്കളെ എ ബി 4 സെന്റിമീറ്റർ ആണെങ്കിൽ എ ഡി എത്ര തന്നെയായിരിക്കും? 4 സെന്റിമീറ്റർ ആണല്ലേ? ആംഗിൾ 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബി സി എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെങ്ത് എ ഡിയുടെ അളവ് കണ്ടുപിടിച്ചൂടെ? എ ഡി നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എ സിയുടെ അളവ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? അതിന് എന്ത് ഉപയോഗിക്കണം? എ സിയുടെ അളവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറ. നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കൂ അല്ലേ? പൈതഗോറസ് തിയറം അറിയില്ലേ? സിമ്പിൾ, 7ാം ക്ലാസ്സിൽ പഠിച്ച പൈതഗോറസ് തിയറം അനുസരിച്ചാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എങ്ങനെയാണ്? എച്ച് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സി സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ? ബി സി സ്ക്വയർ പ്ലസ് ബി എ ബി സ്ക്വയർ. എത്രയാണ് എ ബി വരുന്നത് മക്കളെ? സോറി, ബി സി എത്രയാണ് വരുന്നത്? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 3 സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 16 എത്ര വരും? 9 പ്ലസ് 16 ഈക്വൽ ടു 25. എ സി സ്ക്വയർ എത്രയാണ്? 25. അപ്പൊ എ സി എത്രയായിരിക്കും? എ സി ഈസ് ഈക്വൽ ടു റൂട്ട് 25 ഈക്വൽ ടു 5 സെന്റിമീറ്റർ. റൂട്ട് 25 ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 5 സെന്റിമീറ്റർ. എ സി എന്ന് പറയുന്നത് എത്രയാ? 5 സെന്റിമീറ്റർ. കിട്ടിയില്ലേ? അറിയാലോ? നല്ല മാർക്ക് വാങ്ങണം കേട്ടോ, ചെയ്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. 2 right angled triangles are given in the figure. Length of 2 sides are given. Find the length of third side of each triangle. അതായത് 2 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത് അല്ലേ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്താണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ? അറിയാലോ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ 2 എണ്ണം തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആറും 2 ട്രയാങ്കിൾസ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ആണ്. 2ന്റെ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കണം അല്ലേ? മൂന്നാമത്തെ വശം കണ്ടുപിടിക്കണം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുടെ സൈഡ്സിന്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആരെയും ഉപയോഗിക്കുന്നത്? ഇപ്പൊ ചെയ്തു തന്നെ, പൈതഗോറസ് തിയറം അല്ലേ? പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുടെ സൈഡ്സ് കണ്ടുപിടിക്കും. സുഖമായിട്ട് കിട്ടൂലേ? വേഗം കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയുടെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ബേസ് എത്രയാണ്? 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. ബേസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 6 സെന്റിമീറ്റർ. അപ്പം 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. 8ന്റെ സ്ക്വയർ എത്രയാ? 8ന്റെ സ്ക്വയർ എത്രയാ മക്കളെ? വേഗം പറ. 8 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 64 പ്ലസ് 6ന്റെ സ്ക്വയർ 36. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എത്രയാണ്? 100 വരും. h ഈക്വൽ ടു റൂട്ട് ഓഫ് 100 ദാറ്റ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. h എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ്, h എന്ന് പറയുന്നത് ആരാണ്? എ സി ആണ് അല്ലേ? എ സി ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ട്രയാങ്കിളിന്റെ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈപ്പോട്ടന്യൂസും ബേസും തന്നിട്ടുണ്ട് അല്ലേ? ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസും ബേസും നമുക്ക് തന്നിട്ടുണ്ട്. ആരെയാ കണ്ടുപിടിക്കണ്ടേ? ആൾട്ടിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആൾട്ടിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം പൈതഗോറസ് തിയറം എഴുതാം.
ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഹൈപ്പോട്ടന്യൂസും ബേസും തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസും ബേസും തന്നിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇവിടെ എത്രയാ? 10 സെന്റിമീറ്റർ. 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എത്രയാണ്? 10 സ്ക്വയർ എത്രയാ? വേഗം പറഞ്ഞേക്കാം പറ്റരുത്. എത്രയാ? 100 മൈനസ് 6 സ്ക്വയർ 36. 100 മൈനസ് 36 എത്രയാ? 64. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു 64. അതായത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് RQ ആണല്ലേ? RQ ഈക്വൽ ടു റൂട്ട് ഓഫ് 64 ഈക്വൽ ടു 8 സെന്റിമീറ്റർ അല്ലേ? 8 സെന്റിമീറ്റർ അല്ലേ? ആണ്. അപ്പോൾ RQ എന്ന് പറയുന്ന ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 8 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? Then write equal angles of triangle ABC and PQR. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്തേ, വേഗം ചെയ്ത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തുല്യമായ കോണുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ വേഗം കണ്ടുപിടിക്കൂലേ? അതെന്റെ മക്കൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫിഗർ AB ഈക്വൽ ടു BC. ഇത് C ആട്ടോ. AB യും BC യും ഈക്വൽ ആണ്. ആംഗിൾ A എത്രയാന്ന് പറഞ്ഞു? 40 ഡിഗ്രി. ആംഗിൾ A എത്രയാ? 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് C? C എത്രയാണെന്നാ ചോദിക്കുന്നത്. C എത്രയാണെന്ന് കണ്ടുപിടിക്കണം. B എത്രയാണെന്നും നമുക്ക് കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? AB ഈക്വൽ ടു BC. AB യും BC യും ഈക്വൽ ആണ്. AB യും BC യും ഈക്വൽ ആണ്. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. therefore ആംഗിൾ A എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ C യും എത്രയായിരിക്കും? 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ B എത്രയാണ്? ആംഗിൾ B ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് കുറച്ചാൽ പോരെ? സം ഓഫ് എ ട്രയാംഗിൾ എത്രയാണ്? 180 ആണ്. അപ്പോ ആംഗിൾ B എത്രയാണ്? 40 പ്ലസ് 40 മൈനസ് 180 അല്ലേ? 40 കൂടെ കൂട്ടിയിട്ട് 180 കുറച്ചാൽ മതി. എത്രയാണ് അപ്പോ? ആംഗിൾ B ഈക്വൽ ടു 100 ഡിഗ്രി. ആംഗിൾ B എന്ന് പറയുന്നത് എത്രയാ? 100. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. The sum of 3 consecutive natural numbers is 15. What are the numbers? അതായത് 3 നാച്ചുറൽ നമ്പേഴ്സിന്റെ അടുത്തടുത്തുള്ള 3 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് അല്ലേ? 15 ആണ്. അങ്ങനെയെങ്കിൽ ആ നമ്പേഴ്സ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണൽ സംഖ്യ അല്ലേ? 1 2 3 എന്നൊക്കെ ഉള്ളതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ സം ഓഫ് 3 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എത്രയാണ്? സം എത്രയാണ്? 15 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ നാച്ചുറൽ നമ്പറിനെ എക്സ് എന്ന് എടുക്കാം. അടുത്തതിനെയോ എക്സ് പ്ലസ് 1 എന്ന് എടുക്കാം. അടുത്തത് എക്സ് പ്ലസ് 2 അല്ലേ? അപ്പോൾ എക്സും എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് 2ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 15 കിട്ടും. കിട്ടൂലേ? കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കിയാലോ. എക്സും 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 എത്രയായി? 3x പ്ലസ് 3 ഈക്വൽ ടു 15 അല്ലേ? എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ 2x പ്ലസ് എക്സ് 3x. 2 പ്ലസ് 1 3 അല്ലേ? 3x പ്ലസ് 3 ഈക്വൽ 3x പ്ലസ് 3 ഈക്വൽ ടു 15 നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതി. ദെൻ ഇനിയോ 3x ഈക്വൽ ടു 15 മൈനസ് 3 അല്ലേ? 15 മൈനസ് 3 ആണ് 3x. ഈ പ്ലസ് 3 എന്നുള്ളത് നമ്മൾ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോകുമ്പോൾ എന്താകും? -3 ആകും അല്ലേ? അപ്പോൾ 3x ഈക്വൽ ടു 3x എന്ന് പറയുന്നത് എത്രയാവും? 12 ആകും അല്ലേ? 3x ഈക്വൽ ടു 12. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? 3 ഇൻറ്റു എക്സ് ആണ് 3x. അത് ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുമ്പോൾ എന്താകും? ഡിവൈഡഡ് ബൈ 3 ആകും അല്ലേ? x ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 3. എത്രയാണ് ആൻസർ? 4. x എന്ന് പറയുന്നത് എത്രയാണ്? 4 എന്ന് കിട്ടി. x ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടി. ദെൻ അങ്ങനെയാണെങ്കിൽ x പ്ലസ് 1 എത്രയായിരിക്കും? സിമ്പിൾ 4 പ്ലസ് 1 അല്ലേ? 4 പ്ലസ് 1
5. അങ്ങനെയാണെങ്കിൽ x + 2 എത്രയാണ് മക്കളെ? വേഗം കമന്റ് ചെയ്തേ. 4 + 2 = 6. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യണേ. അടുത്തത് 5 is subtracted from 5 times of a number gives 100. What is the number? അതായത് ഒരു സംഖ്യയുടെ 5 മടങ്ങിനോട് 5 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്? 100 കിട്ടുമെന്ന്. 5 മടങ്ങിനോട് 5 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 100 കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എക്സ് എന്ന് എടുക്കാം അല്ലേ? എക്സ് എന്ന് എടുത്തു. ദെൻ 5x, അതായത് 5 മടങ്ങ്, ആ സംഖ്യയുടെ 5 മടങ്ങായി. 5x എന്ന് എഴുതിയപ്പോൾ അതിന്റെ 5 മടങ്ങായി. 5 മടങ്ങിനോട് 5 കുറച്ച് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടിയെന്നാ പറഞ്ഞത്? 100 കിട്ടി അല്ലേ? 5 കുറച്ച് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി? 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ, നേരത്തെ ചെയ്ത പോലെ തന്നെ. 5x = 100 + 5 അല്ലേ? ഈ -5 ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് പോയപ്പോൾ എന്തായി? +5 ആയല്ലേ? അപ്പോ 5x = 100 not 5, 105 ആയി. 5x = 105. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? 100 / 5 വരും. 100 / 5. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 2 meters more than 3 times of its breadth അല്ലേ? അതായത് ബ്രെഡ്ത്തിന്റെ 3 മടങ്ങിനേക്കാൾ 2 മീറ്റർ കൂടുതലാണ് എന്ത്? ലെങ്ത് എന്ന് പറയുന്നത്. ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്. അപ്പൊ ബ്രെഡ്ത്തിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം അല്ലെ? ബ്രെഡ്ത്ത് = ലെങ്തോ? ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിന്റെ 3 മടങ്ങിന്റെ കൂടെ എത്രയും കൂടെ കൂടും? 2ഉം കൂടെ കൂട്ടണം അല്ലെ? ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 3 മടങ്ങിന്റെ കൂടെ 2ഉം കൂടെ കൂട്ടിയാലാണ് ലെങ്ത് ആകുന്നത്. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ എത്രയാണ്? പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ 2 × L + B ആണ് അല്ലെ? 2 × L + B എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? 2 × L + B എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 44 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും? L + B എത്രയായിരിക്കും? L + B 44 / 2 എത്രയാണ് വരുന്നത്? 44 / 2 എത്രയാണ്? 22. ലെങ്ത്, എ ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാണ്? 22. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ദെൻ കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 22 കിട്ടും അല്ലേ? ലെങ്ത് എത്രയാണ്? അതായത് 3x + 2ഉം 3x + 2ഉം + x കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 22 കിട്ടണം അല്ലേ? 22 കിട്ടണം അല്ലേ? ലെങ്ത് 3x + 2 ആണ്, ബ്രെഡ്ത്ത് x ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 22 കിട്ടണം. നമുക്ക് ലെങ്ത് എത്രയാണെന്നും ബ്രെഡ്ത്ത് എത്രയാണെന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ 3x + x എത്രയാണ്? 4x. 4x + 2 = 22 അല്ലേ? 22 ആണ്. ദെൻ ഇനി എന്ത് ചെയ്യണം? 4x നമ്മൾ അതേപോലെ താഴേക്ക് ഇറക്കി എഴുതുന്നു. ഇനി ആരാ ബാക്കിയുള്ളത്? ഈ +2ന് ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോകുമ്പോൾ എന്താകും? 22 - 2. 22 - 2 എത്രയാണ്? 20. 4x എന്ന് പറയുന്നത് എത്രയാ? 20 ആണ്. ദെൻ x എത്രയാണ്? x എത്രയാ മക്കളെ? വേഗം പറ. therefore x എന്ന് പറയുന്നത് 20 / 4 എത്ര വരും? 5. x എന്ന് പറയുന്നത് 5 ആണ്. x 5. x എന്ന് നമ്മൾ ആർക്കാ കൊടുത്തേ? ബ്രെഡ്ത്ത് അല്ലേ? ബ്രെഡ്ത്ത് 5 ആണെങ്കിൽ ഇനി എന്റെ മക്കൾക്ക് സിമ്പിൾ ആയിട്ട് ലെങ്ത് കണ്ടുപിടിച്ചൂടെ? എത്രയായിരിക്കും ലെങ്ത്? വേഗം പറ. കമന്റ് ചെയ്യടാ. കിട്ടിയൊരു വേഗം ഒന്ന് കമന്റ് ചെയ്തേ. എത്രയായിരിക്കും ലെങ്ത്? ലെങ്ത് എത്രയായിരിക്കും? 3x + 2 ആണ് അല്ലെ? 3x + 2 ആണ് ലെങ്ത്. ദെൻ 3 × x എത്രയാണ്? 5 അല്ലേ? x 5 + 2. 3x + 2 എത്രയാണ് വരുന്നത്? 3x + 2 എത്രയാണ് വരുന്നത്? വേഗം പറ. 15 + 2 = 17. ലെങ്ത് എത്രയാ? 17. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ചെയ്യൂലേ? ചെയ്യണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. Gina's age is 5 times of her son's age. After 2 years, the sum of their ages will be 40. അതായത് ജീനയുടെ പ്രായം മകനേക്കാൾ 5 മടങ്ങ് കൂടുതലാണ്. ദെൻ 2 വർഷത്തിന് ശേഷം ഇവരുടെ രണ്ടുപേരുടെ ഏജിന്റെ സം എത്രയാവുന്ന പറഞ്ഞത്? 40 ആകും അല്ലേ? 40 ആകും. താഴെ നമുക്കൊരു ടേബിൾ ഒക്കെ തന്നിട്ടുണ്ട്. ഈ ടേബിൾ വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്താലോ? ആദ്യം ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കാം, എന്നിട്ട് നമുക്ക് താഴത്തെ ചെയ്യാം. ദെൻ
അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ജീനയുടെ പ്രായം എത്രയായിരിക്കും? മകന്റെ പ്രായം നമുക്ക് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ സണ്ണിന്റെ ഏജ് എക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എക്സ് ആണെങ്കിൽ ജീനയുടെ ഇപ്പോഴത്തെ പ്രായം എത്രയായിരിക്കും? ജീനയുടെ പ്രായം മകന്റെ പ്രായത്തിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണെന്നല്ലേ പറഞ്ഞത്? അപ്പോ എക്സ് 5 ഇൻറ്റു എക്സ് അല്ലെങ്കിൽ 5x ആണ് ആരുടെ പ്രായം? ജീന ചേച്ചിയുടെ പ്രായം. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിന് ശേഷം ജീനയുടെ പ്രായം എത്രയായിരിക്കും മക്കളെ? 5x പ്ലസ് 2 5x പ്ലസ് 2 ആണ് അല്ലേ? ആണ്. സണ്ണിന്റെ ഏജ് എക്സ് എന്ന് കൊടുത്തു, ജീനയുടെ പ്രായം മകന്റെ പ്രായത്തേക്കാൾ 5 മടങ്ങ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് ദ സൺ? സണ്ണിന്റെ മകന്റെ ഇപ്പോഴത്തെ നിലവിലത്തെ പ്രായം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. 2 വർഷത്തിന് ശേഷം ഇവരുടെ പ്രായം തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞത്? 40 കിട്ടുമെന്നാണ് പറഞ്ഞത് അല്ലേ? അതായത് എക്സ് പ്ലസ് 2ഉം 5x പ്ലസ് 2ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 40 കിട്ടണം അല്ലേ? എക്സ് പ്ലസ് 2ഉം 5x പ്ലസ് 2ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 40 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ? എക്സും കൂടെ കൂട്ടിയാൽ എക്സും 5xും കൂടെ കൂട്ടിയാൽ 6x പ്ലസ് 4 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40. 6x പ്ലസ് 4 ഈക്വൽ ടു 40. Therefore 6x ഈക്വൽ ടു 40 മൈനസ് 4 എത്ര വരും? 6x 36. 6x എത്രയാ? 6x ഈക്വൽ ടു 36. Therefore x equal to 36 divided by 6 equal to 6. മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് നമ്മൾ മകന്റെ പ്രസന്റ് ഏജിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എക്സ് സൺസ് പ്രസന്റ് ഏജ് എത്രയായിരിക്കും? സൺന്റെ പ്രസന്റ് ഏജ് നമ്മൾ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എക്സ് എത്രയാണ്? 6. അങ്ങനെയാണെങ്കിൽ ജീനയുടെ പ്രായം എത്രയായിരിക്കും? പ്രസന്റ് ഏജ് എത്രയായിരിക്കും ജീനയുടെ? ജീനാസ് പ്രസന്റ് ഏജ്. ജീനയുടെ പ്രസന്റ് ഏജിന് നമ്മൾ എന്താ ഇക്വേഷൻ കൊടുത്തത്? 5x ആണ്. 5 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ജീനയുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? 30. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? 30. മകൻ്റെത് എത്രയാണ്? 6 വയസ്സ്. സിമ്പിൾ അല്ലേ? അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫിഗർ ഗീവൺ ബിലോ MNOPQ എന്ന് പറയുന്നത് ഒരു റെഗുലർ പെന്റഗൺ ആണ്. എന്താണ് റെഗുലർ പെന്റഗൺ? റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു റെഗുലർ പെന്റഗന്റെ ഒരു ആംഗിളിന്റെ അളവ് എത്രയായിരിക്കും മക്കളെ? 108 അല്ലേ? 108 ആണ്. അപ്പൊ ദാ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആംഗിൾ OPQ എന്ന് പറയുന്നത് എത്രയായിരിക്കും? OPQ എന്ന് പറയുന്നത് 108 ആയിരിക്കും. 108 അല്ലേ? സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ONR എത്രയായിരിക്കും? ONR ഔട്ടർ ആംഗിൾ ആണ് കേട്ടോ. ഔട്ടർ ആംഗിൾ ONR എത്രയായിരിക്കും? വേഗം പറ. ഒരു ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ? 180 കിട്ടണം. ഇതൊരു റെഗുലർ പെന്റഗൺ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 108 ആയിരിക്കും. 108 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ONR എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 കുറയ്ക്കണം 108. 180 കുറയ്ക്കണം 108 എത്രയായിരിക്കും? 72 ഡിഗ്രി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പോൾ ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഇന്നർ ആംഗിളിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി? 180ൽ നിന്നും ഇന്നർ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഔട്ടർ ആംഗിൾ എത്രയാ? 72 ഡിഗ്രി. സിമ്പിൾ അല്ലേ? വേറെ 2 മാർക്ക് കിട്ടാൻ വേറെ എവിടെയും പോണ്ട അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻ ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 135. അതായത് ഒരു റെഗുലർ പോളിഗണിന്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 135 ആണ്. ഒരു ആംഗിൾ അകത്തെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് അകം കോൺ എത്രയാണ്? 135 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഞാൻ. 180ൽ നിന്ന് നമുക്ക് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം എന്നാ പറഞ്ഞത്? 180 കിട്ടണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കുക? 180 മൈനസ്
135. എത്ര? 180 മൈനസ് 135 എത്രയാണ്? 45 ഡിഗ്രി. നമുക്ക് ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 45 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഈ ഒരു പോളിഗണ്, ബഹുഭുജത്തിന് എത്ര സൈഡ് ഉണ്ടാകും? എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ആണ് അല്ലേ? നമുക്ക് ഔട്ടർ ആംഗിൾ 45 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാന്ന് പറഞ്ഞത്? സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാ ഒരു പോളിഗണിന്റെ? 360 ആണ് അല്ലേ? 360 ആണ്. അപ്പൊ നമുക്ക് എത്ര സൈഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 45 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 360 ഡിവൈഡഡ് ബൈ 45 ചെയ്താൽ മതി. 360 ഡിവൈഡഡ് ബൈ 45 എത്രയാണ്? 8 അല്ലേ? നമ്പർ ഓഫ് സൈഡ്സ്. എത്ര സൈഡ് ഉണ്ടാവും ഈ പോളിഗണിന്? 8 സൈഡ്സ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫിഗർ ദ ഔട്ടർ ആംഗിൾസ് ഓഫ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്താണ്? എന്താണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ? നിങ്ങൾ തന്നെ പറഞ്ഞോ, ഞാൻ ഇനി പറഞ്ഞു തരില്ല എന്താണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന്. എന്താണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? എന്താണ്? എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് എത്ര ഡിഗ്രി വരും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഒരു ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ദെൻ XYZ എന്ന് പറയുന്നത് ഔട്ടർ ആംഗിൾ ആണ്. ഈ തന്നിരിക്കുന്ന ഫിഗറിലെ XYZ ഔട്ടർ ആംഗിൾ ആണ്. തന്നിരിക്കുന്നതിൽ XYZ എന്ന് പറയുന്നത് ഔട്ടർ ആംഗിൾസും ABC എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ABC എന്താണ്? ഇന്നർ ആംഗിൾസും ആണ് അല്ലെ? ABC ഇന്നർ ആംഗിൾസും ആണ്. അങ്ങനെയെങ്കിൽ A പ്ലസ് B പ്ലസ് C എത്രയാണ്? A പ്ലസ് B പ്ലസ് C എത്രയാണ്? സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? വേഗം പറ. 180 ഡിഗ്രി. കൂട്ടേണ്ട കാര്യമേ ഇല്ല, 180 ഡിഗ്രി അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇതെങ്ങനെ ചെയ്യാം? ഫില്ല് ചെയ്യാനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. x മൈനസ് 4 ഇൻറ്റു y പ്ലസ് 5. x മൈനസ് 4 ഇൻറ്റു y പ്ലസ് 5 എങ്ങനെ ചെയ്യും? എങ്ങനെ എഴുതാം? x ഇൻറ്റു y xy, x ഇൻറ്റു 5 5x, പിന്നെയാണ് 4നെ മൈനസ് 4നെ പ്ലസ് y കൊണ്ട് എങ്ങനെ വരും? മൈനസ് 4y. ദെൻ അടുത്തത് മൈനസ് 4നെ പ്ലസ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് 20. സിമ്പിൾ അല്ലേ? കഴിഞ്ഞു. എക്സ് മൈനസ് 4 ഇൻറ്റു വൈ പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? XY പ്ലസ് 5x മൈനസ് 4y മൈനസ് 20 ആണ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ചെയ്തു നോക്കണം കേട്ടോ. അടുത്തത് നമുക്ക് ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പാറ്റേൺ തന്നിട്ടുണ്ടാവും. ഇതേപോലത്തെ ഒരു 4 പാറ്റേൺ താഴേക്ക് എഴുതാനൊക്കെ ആയിരിക്കും ചോദിക്കുക നിങ്ങൾക്ക്. അപ്പോൾ ഇനി അടുത്ത പാറ്റേൺ ഏതായിരിക്കും വരിക? ഈ പാറ്റേൺസ് ഒക്കെ ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്? 12 ആണ് അല്ലേ? 12നെ എങ്ങനെ എഴുതിയിരിക്കുന്നു? 4 ഇൻറ്റു 3 ഇൻറ്റു 1. 4 ഇൻറ്റു 3 ഇൻറ്റു 1 എത്രയാണ്? 12. അതിനെ നമ്മൾ 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. 4 സ്ക്വയർ എത്രയാണ്? 16 ആണ് അല്ലേ? 16 മൈനസ് 4 ഈക്വൽ ടു 12 അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്തത് തന്നിരിക്കുന്നത് ഏതാണ്? 16 ആണ് അല്ലേ? 16. 4 ഇൻറ്റു 4 ഇൻറ്റു 1 എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ്? 4 ഇൻറ്റു 4 എത്രയാണ്? 16. 16 ഇൻറ്റു 1 16 തന്നെ. 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാണ്? 25 മൈനസ് 9 ഈക്വൽ ടു 16. അതേപോലെ തന്നെയാണ് 20 തന്നിരിക്കുന്നത്. ഇതിന്റെ തൊട്ട് താഴെ ആരാണ് വരിക? ഇനി ഈ 20ക്ക് ശേഷം ആരാ വരിക? 24 അല്ലേ? 24നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 6 ഇൻറ്റു 1. 4 ഇൻറ്റു 6 24. അടുത്തത് എങ്ങനെ വരും? 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 7 സ്ക്വയർ എത്രയാണ്? 49 മൈനസ് 25 ഈക്വൽ ടു 24. സിമ്പിൾ അല്ലേ? അതേപോലത്തെ ഒരു 4 ലൈൻ നിങ്ങൾക്ക് താഴേക്ക് എഴുതാൻ പറ്റൂലേ? എഴുതി നോക്കണം കേട്ടോ. അപ്പൊ മക്കൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.